ബാങ്കിൽ നിന്ന് നാം ഒരു ലോൺ എടുക്കുമ്പോൾ ഓരോ മാസം അടയ്ക്കേണ്ട ഇഎംഐ എത്രയാണ് എന്നതും ആ ഇഎംഐയിൽ നിന്ന് എത്ര തുക പ്രിൻസിപ്പലിൽ നിന്ന് കുറയുന്നു, എത്ര തുക ഇൻട്രസ്റ്റായി പോകുന്നു എന്നതും പലർക്കും അറിയാനുള്ള സംശയമാണ്. ഈ കാര്യങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു മാർഗം ഞാൻ ഇവിടെ വിശദീകരിക്കാം. അതിന് ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്ന് മൾട്ടി കാൽക്കുലേറ്റർ എന്ന ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം അത് തുറക്കുക. അപ്പോൾ ലോൺ ആൻഡ് ഇഎംഐ കാൽക്കുലേറ്റർ എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് മുകളിൽ കാണുന്ന ഇഎംഐ കാൽക്കുലേറ്റർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ലോൺ തുക നൽകുക. പലിശ നിരക്ക് നൽകുക. ലോൺ കാലാവധി നൽകുക. ഇവയെല്ലാം നൽകിക്കഴിഞ്ഞ് കാൽക്കുലേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാസം തോറും അടയ്ക്കേണ്ട ഇഎംഐ തുക സ്ക്രീനിൽ കാണിക്കും. ഇത് സാധാരണയായി ചുവപ്പ് നിറത്തിൽ കാണിക്കും. തുടർന്ന് അതിന്റെ വലതുവശത്ത് കാണുന്ന ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ലോൺ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ചുരുക്കത്തിൽ ലഭിക്കും. ഇതിനു പുറമെ താഴെ കാണുന്ന ഡീറ്റെയിൽഡ് കാൽക്കുലേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓരോ മാസത്തെയും വിശദാംശങ്ങൾ നിങ്ങൾക്ക് കാണാം. ഓരോ മാസവും എത്ര തുക പ്രിൻസിപ്പലിൽ നിന്ന് കുറയുന്നു, എത്ര തുക ഇൻട്രസ്റ്റായി പോകുന്നു, ഇവ വ്യക്തമായി വേർതിരിച്ച് കാണിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ആദ്യ ഇഎംഐ മുതൽ അവസാന ഇഎംഐ വരെ എല്ലാ മാസങ്ങളുടെയും കണക്കുകൾ പരിശോധിക്കാം. സാധാരണയായി ലോൺ അടയ്ക്കുന്നതിനോടൊപ്പം ഓരോ മാസവും ഇൻട്രസ്റ്റ് തുക കുറയുകയും പ്രിൻസിപ്പലിൽ നിന്ന് പോകുന്ന തുക കൂടുകയും ചെയ്യും. ഇത് മനസ്സിലാക്കുന്നത് ലോൺ മാനേജ്മെന്റിന് വളരെ സഹായകരമാണ്. നന്ദി. ഇതുപോലെ ഉള്ള വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.